ദേവന്മാരുടെ സ്തുതി അവസാനിക്കുകയാണ്. ആ സർഗത്തിൻ്റെയും അവസാനത്തെ ശ്ലോകമാണ്. ബദ്ധ്വാ ഖട്വാംഗശൃംഗേ കപിലമുരുജടാമണ്ഡലം പത്മയോനേഃ കൃത്വാ ദൈത്യോത്തമാംഗൈ സ്രജമുരസി ശിരശേഖരം താർക്ഷ്യപക്ഷൈഃ യാ ദേവീ ഭുക്തവിശ്വാ പിബതി ജഗദിദം സാദ്രിഭൂപീഠഭൂതം സാ ദേവീ നിഷ്കളങ്കാ കലിതതനുലതാ പാതുനഃ പാലനീയാൻ. ദേവന്മാർ എങ്ങനെയാണ് ദേവിയെ സ്തുതിച്ചത്? ഒരൊറ്റ ശ്ലോകം കൊണ്ട് മതി. ഒരുപാട് ശ്ലോകങ്ങളിലൂടെയൊന്നും ദേവിയെ സ്തുതിക്കേണ്ട കാര്യമില്ല. ദേവി ചെയ്യുന്ന അദ്ഭുത കൃത്യങ്ങൾ അവയെ ഒരു ശ്ലോകത്തിൽ ഉള്ളടക്കുകയാണ്. ബദ്ധ്വാ ഖട്വാംഗശൃംഗേ കപിലമുരുജടാമണ്ഡലം പത്മയോനേഃ. പത്മയോനി, പത്മത്തിൽ നിന്ന് ജനിച്ചവൻ, പത്മസംഭവൻ, താമരയിൽ പ്രത്യക്ഷപ്പെട്ടവൻ, ബ്രഹ്മദേവൻ, സൃഷ്ടികർത്താവ് എന്നർത്ഥം. ആ സൃഷ്ടികർത്താവിൻ്റെ ചെമ്പിച്ച തലമുടി, ജട, അദ്ദേഹം ഒരു ജട പോലെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ ജടയെ വലിച്ച് തൻ്റെ കട്ടിലിൻ്റെ കാൽ കീഴിൽ കെട്ടുന്നവളാണ് ഈ ദേവി. ബ്രഹ്മദേവൻ്റെ ജടയെ, ശിരസിലുള്ള ജടയെ തൻ്റെ കട്ടിലിൻ്റെ ഒരു കാലിൽ കെട്ടിയിടുന്നവൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവിനെ പോലും തൻ്റെ നിയന്ത്രണത്തിൽ വെച്ചിട്ടുള്ളവൾ. ത്രിമൂർത്തികളും ദേവിയുടെ തന്നെ പ്രകടനങ്ങളാണ്. ശക്തിയാണല്ലോ. ബ്രഹ്മാ വിഷ്ണു രുദ്രന്മാരായി പ്രകടമാകുന്നത് ദേവിയാണ് എന്നാണ് ദേവി പുരാണത്തിലും ദേവി സ്തോത്രങ്ങളിലും ഒക്കെ പറയുന്നത്. അപ്പോൾ ഖട്വ എന്ന് പറഞ്ഞാൽ കട്ടിൽ, കട്ടിലിൻ്റെ ഒരു കാലിൽ കപില നിറത്തിലുള്ള എന്ന് പറഞ്ഞാൽ ചെമ്പിച്ച മുടിയുള്ള ആ ജടയെ, ബ്രഹ്മദേവൻ്റെ ജടയെ കെട്ടിയിട്ടിട്ട് ഇനി എന്തൊക്കെയാണ് ചെയ്യുന്നത്? കൃത്വാ ദൈത്യോത്തമാംഗൈ സ്രജമുരസി ശിരശേഖരം താർക്ഷ്യപക്ഷൈഃ. ദൈത്യന്മാരിൽ ശ്രേഷ്ഠരായ എന്ന് പറഞ്ഞാൽ മഹാസുരന്മാർ, ആ മഹാസുരന്മാരുടെ തല കൊയ്ത് അതിനെ കോർത്ത് ഒരു മാലയാക്കി ധരിച്ചിരിക്കുന്നു ദേവി. കപാലമാലാധരൻ എന്ന് ശിവനെ പറയാറുണ്ട്. തലയോട്ടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു മാലയാണ് ശിവൻ ധരിച്ചിരിക്കുന്നത്. കാളിയുടെ ചിത്രത്തിലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കാണാം. തലയോടാണ്, ചിലത് തലയാണ്, തലയോട് വലിയ വ്യത്യാസമൊന്നുമില്ല. തലയിൽ പ്രധാനമായിട്ടുള്ളത് തലയോടാണ്. അകത്ത് ബുദ്ധി എന്ന് പറയുന്ന സാധനം അല്പം പോലും ഇല്ലല്ലോ. അതുകൊണ്ട് തലയും തലയോടും ഒന്ന് തന്നെയാണ്. കപാലം, അതിനെ തന്നെയാണ് ശിവൻ ഭിക്ഷാപാത്രമായിട്ടും അംഗീകരിച്ചിട്ടുള്ളത്. എന്താണ് ഈ തലയോട് കൊണ്ടുള്ള മാല, അല്ലെങ്കിൽ തലകൾ കോർത്ത് മാലയുണ്ടാക്കി ദേവി ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതെന്ന് ചോദിച്ചാൽ ശിരസ് എന്നാണ് അതിൻ്റെ ഉത്തരം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ബസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, യാത്രക്കാരെ സംബന്ധിച്ച് ഒരു ബസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ബസ്സിൻ്റെ ബോർഡാണ്. ഫ്രണ്ടിൽ കിഴക്കേക്കോട്ട മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടല്ലോ. എങ്ങോട്ടാണ് ഈ ബസ് പോകുന്നത്, ആ സ്ഥലത്തിൻ്റെ പേര് എഴുതിയിട്ടുള്ള ബോർഡാണ് യാത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അത് നോക്കിയിട്ടല്ലേ ആൾക്കാർ വണ്ടിയിൽ കയറുന്നത്. ഡ്രൈവറിനെ സംബന്ധിച്ച് ബ്രേക്കും ക്ലച്ചും സ്റ്റിയറിങ്ങും ഒക്കെ ആയിരിക്കും. പൊതുജനങ്ങളെ സംബന്ധിച്ച് ബോർഡാണ്. അതുപോലെ ഒരു വ്യക്തിയെ നമ്മൾ തിരിച്ചറിയുന്നത് അയാളുടെ മുഖം, അല്ലെങ്കിൽ മുഖത്തെ ഉൾക്കൊള്ളുന്ന ശിരസ് നോക്കിയിട്ടാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ മാത്രം ഫോട്ടോ എടുത്ത് കാണിച്ചാൽ ഇത് ആരുടെ ശരീരമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാത്തിലും രണ്ട് കൈയും രണ്ട് കാലും കയ്യിൽ വിരലുകളും എല്ലാം ഉണ്ടാവും. അപ്പോൾ മുഖം, ഫേസ്, അതുകൊണ്ടാണല്ലോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുമ്പോൾ ചെസ്റ്റ് വരെയുള്ള ഫോട്ടോ, നെഞ്ച് ഈ ഭാഗം വരെയുള്ള അത്രയും മതി ആ ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാൻ. അപ്പോൾ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ശിരസ്സാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അഞ്ചിന്ദ്രിയങ്ങളും ശിരസിലുണ്ട് എന്നുള്ളത് ഒരു കാരണം. പക്ഷെ അതുകൊണ്ടല്ല ഉത്തമാംഗം എന്ന പേര് ശിരസിന് ലഭിച്ചത്.
ഉത്തമമായ അംഗം. ഒരു ജീവൻ മോക്ഷത്തിലേക്ക് നടക്കുന്നത് അവൻ്റെ ബുദ്ധിയെ വിനിയോഗിച്ചിട്ടാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് മസ്തിഷ്കം. ആ മസ്തിഷ്കം ഈ തലയുടെ ഉള്ളിലാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഈ തലയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം. ഇനി ദേവി എന്തിനാണ് ഈ തലകൾ കൊണ്ടുള്ള മാല ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശിരസാണെന്ന് പറഞ്ഞുവല്ലോ. അതുപോലെ ഒരു ജീവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിലെ അഹങ്കാരമാണ്. ഞാൻ എന്ന ജീവഭാവം ഞാൻ വിടുകയില്ല, കാണിച്ചു തരാം, ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കും. ഇങ്ങനെയാണല്ലോ വെല്ലുവിളി മുഴക്കുന്നത്, ഇല്ലേ? പറയുന്നത് ആരെന്നറിയാമോ? ആരാ പറയുന്നത്? അടുത്ത സെക്കൻഡിൽ ജീവനോടെ ഇരിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത ആളാണ് പറയുന്നത്. കാണിച്ചു തരാം, പ്രതികാരം ചെയ്യും, സ്തംഭിപ്പിക്കും. എന്ത് സ്തംഭിപ്പിക്കാൻ? ഇവൻ്റെ ഹാർട്ട് സ്തംഭിക്കാൻ 2 സെക്കൻഡ് വേണ്ട. പറഞ്ഞു തീരുന്നതിന് മുമ്പ് കലാഭവൻ നവാസ് മരിച്ചു എന്നാണ് ഇന്ന് രാവിലെയുള്ള ന്യൂസ്. 51 വയസ്സേ ആയിട്ടുള്ളൂ. കലാഭവൻ നവാസ് സുന്ദരനാണ്, സുമുഖനാണ്, നല്ല മിമിക്രി ആർട്ടിസ്റ്റാണ്. ചില സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടക്കുന്നു. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് എന്ന് അവർ ഉത്തരം പറഞ്ഞു. എന്തുകൊണ്ട് ഹൃദയം നിന്നുപോയി? ഹാർട്ട് എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യപ്പെട്ടു? ഉത്തരവുണ്ടോ? ഇങ്ങനെ അത് മാംസമയമായ ഒരു അവയവമാണ് ഈ ഹൃദയം എന്ന് പറയുന്നത്. അതിങ്ങനെ ചുരുങ്ങി വികസിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നത്. ഹാർട്ടിൻ്റെ പ്രവർത്തനം നിന്നാൽ അപ്പം കഴിയും, മറ്റ് അവയവങ്ങളെല്ലാം അപ്പം പണിമുടക്കും. നേതാവാണ് ഹൃദയം. ബ്രെയിനിലേക്ക് രക്തം ഒരു സെക്കൻഡ് ചെന്നില്ലെങ്കിൽ, രക്തചംക്രമണം നിന്നു കഴിഞ്ഞാൽ ബ്രെയിൻ ഡെഡാവും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൃദയം. ഹൃദയം പോലെ മറ്റൊരു പ്രധാനപ്പെട്ട അവയവമാണ് കരൾ. അതുകൊണ്ടാണ് കാമുകി കാമുകനെയും കാമുകൻ കാമുകിയെയും എൻ്റെ കരളേ എന്ന് വിളിക്കുന്നു. കരളേ എന്ന് വിളിക്കുകയാണ്. അത്ര കണ്ട് പ്രിയപ്പെട്ടതാണ്. അതില്ലാതെ നമുക്കൊരു ജീവിതമില്ല. കരൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഹൃദയം. അപ്പോൾ ജീവൻ്റെ ജീവഭാവം എന്ന് പറയുമ്പോൾ ജീവൻ അന്തഃകരണത്തിലുള്ള പരമാത്മാവിൻ്റെ പ്രതിബിംബമാണ്. ആ അന്തഃകരണത്തിന് 4 ഘടകങ്ങളുണ്ട്: മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ 4 എണ്ണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, മറ്റു 3ൻ്റെയും കേന്ദ്രമായി വർത്തിക്കുന്നത് അഹങ്കാരമാണ്. അഹങ്കാരത്തോട് ചേർന്നാണ് മനസ്സും ബുദ്ധിയും ചിത്തവും പ്രവർത്തിക്കുന്നത്. ആ അഹങ്കാരത്തെയാണ് ജീവൻ അല്ലെങ്കിൽ ജീവഭാവം എന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അപ്പോൾ ആ ജീവനാണ് പ്രധാനം. അതാണ് ഇപ്പോൾ ജീവൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈ അഹങ്കാരം എന്ന് നമുക്ക് തീരുമാനിക്കാം. അഹങ്കാരത്തെ ഛേദിക്കുക, അതാണ് ജീവൻ്റെ തലവെട്ടുക എന്ന് പറയുന്നത്. ആ തലയെ എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ഉള്ളിലുള്ള അഹങ്കാരത്തെ നശിപ്പിച്ച് ജീവനെ മോക്ഷപദത്തിലേക്ക് നയിക്കുന്നവളാണ് ദേവി. അല്ലാതെ തല കൊയ്ത് മാലയായി ധരിച്ചിരിക്കുന്നവൾ എന്നല്ല. അത്രയ്ക്കും ക്രൂരതയൊന്നും ദേവിക്കില്ല. കാരുണ്യം സ്വരൂപമായിട്ടുള്ളവളാണ് ദേവി. കണ്ട ഭീകര രൂപിണിയാണ്. എന്തിന്? അസുരന്മാരെ ഇങ്ങനെയൊക്കെ രൂപം കാണിച്ച് ഭയപ്പെടുത്തിയാലേ അവന്മാർ ഭയന്ന് പോവുകയുള്ളൂ. ശാന്തസ്വരൂപിണിയായി മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാപാർവതി, എല്ലാവരുടെ കൂടെ മഹാ ചേർക്കാം നമുക്ക്. മഹാലക്ഷ്മിയുടെ കൂടെ ഇല്ല, മറ്റ് ദേവിമാരുടെ കൂടെയും മഹാ എന്നുള്ള വാക്ക് ചേർക്കാം. മംഗളരൂപിണിയാണ് ഗൗരി, പാർവതിയുടെ. കാരണം ദുഷ്ടന്മാരോട് ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം. ചുവന്ന നാക്കിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന ചോരയും 10 കൈകളോ 12 കൈകളോ 8 കൈകളെന്നുള്ള അതുണ്ട്, അഷ്ടഭുജങ്ങൾ എത്രയോ ആയിക്കോട്ടെ. കയ്യിൽ ഓരോ തരത്തിലുള്ള ആയുധങ്ങൾ, ഇതെല്ലാം ആയിട്ട് ഒരു സിംഹത്തിൻ്റെ പുറത്ത് കയറി ഒരു ദേവി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഭയപ്പെടാത്തത്?
അതിനാണ് ഇങ്ങനെയുള്ള രൂപങ്ങളൊക്കെ. വാസ്തവത്തിൽ ദേവി ജീവന്മാർക്ക് മംഗളം മാത്രം അണയ്ക്കുന്നവളാണ്. ദേവിയിൽ നിന്ന് ഒരു തരത്തിലുള്ള പീഡനവും സജ്ജനങ്ങൾക്കുണ്ടാവില്ല. ദുഷ്ടന്മാരെ ദേവി നല്ലതുപോലെ പീഡിപ്പിക്കും. അവർക്കാണ് ദേവിയെ കണ്ടാൽ ഭയം തോന്നുക. അപ്പോൾ ഈ ജീവന്മാരുടെ അഹങ്കാരത്തെ നശിപ്പിച്ച് ആ അഹങ്കാരത്തെ എല്ലാം കോർത്ത് ഒരു മാല പോലെ ധരിച്ചിരിക്കുന്നു ഈ ദേവി. കൃത്വാ ദൈത്യോത്തമാംഗൈ സ്രജമുരസി, മാറിൽ ഒരു മാലയുടെ രൂപത്തിൽ ദൈത്യന്മാരുടെ തലകളെ ധരിച്ചിരിക്കുന്നു. ശിരശേഖരം താർക്ഷ്യപക്ഷൈഹി, ഈ ദേവി താർക്ഷ്യൻ്റെ പക്ഷം, പക്ഷം ചിറക തൂവൽ എന്നർത്ഥം. താർക്ഷ്യൻ ഗരുഡൻ, ഗരുഡൻ്റെ തൂവൽ. വ്യാഖ്യാനം തന്നെ വായിക്കാം. ദേവി ധരിച്ചിരിക്കുന്നു, ദേവി ധരിച്ചതാണോ എന്നുള്ളത് വ്യാഖ്യാനം വായിക്കാം. യാ ദേവി മഹാകൽപാന്തേ സംഹൃതസ്യ പത്മയോനേഹ കപിലമുരുജടാമണ്ഡലം ഖട്വാംഗശൃംഗേ ബദ്ധ്വ. അതായത് മഹാകൽപ്പത്തിൻ്റെ ഒടുവിൽ, പ്രളയത്തിൽ സൃഷ്ടികർത്താവ് പോലും ഇല്ലാതാകുന്ന സന്ദർഭത്തിൽ ആ ബ്രഹ്മദേവൻ്റെ ചെമ്പൻ മുടി നിറഞ്ഞിട്ടുള്ള ജടയെ തൻ്റെ കട്ടിലിൻ്റെ ഒരു കാലിൽ കെട്ടിയിട്ട് തഥാ ദൈത്യാനാം ഉത്തമാംഗൈ ശിരോഭിഹി ഉരസി സ്രജം കൃത്വ, അതുപോലെ ദൈത്യന്മാരുടെ തലകൾ കോർത്ത ഒരു മാലയെ മാറിലണിഞ്ഞുകൊണ്ട് സംഹൃതസ്യ താർക്ഷ്യസ്യ ഗരുഡസ്യ പക്ഷൈഹി ശിരശേഖരം അവതംസം ച കൃത്വ, തൻ്റെ കിരീടത്തിൽ ഗരുഡൻ്റെ തൂവലുകൾ കുത്തി നിർത്തിയിരിക്കുന്നു ദേവി. ഗരുഡനാരാ? മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ്. അപ്പോൾ ആ ഗരുഡൻ ഉൾപ്പെടെ എല്ലാം നശിക്കും. ആ ഗരുഡൻ്റെ തൂവലുകളൊക്കെ പെറുക്കിയെടുത്ത് തൻ്റെ ശിരസിൽ ധരിച്ചിരിക്കുന്ന കിരീടത്തിനെ അലങ്കരിക്കാനായി ദേവി ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ തന്നെ ആ ദേവിയുടെ മഹത്വം എത്രയുണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശിരശേഖരം താർക്ഷ്യപക്ഷൈഹി യാ ദേവി ഭുക്തവിശ്വ, പ്രപഞ്ചത്തെ മുഴുവൻ ദേവി ഭക്ഷണമാക്കിയിരിക്കുന്നു, വിഴുങ്ങിയിരിക്കുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഭക്ഷിച്ചിരിക്കുന്നു ഈ ദേവി. പിബതി ജഗതിദം, ഭക്ഷിച്ചിരിക്കുന്നു എന്നോ ഈ പ്രപഞ്ചത്തെ ദേവി കുടിച്ചിരിക്കുന്നു എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. ഇപ്പം ബാക്കിയില്ല. പ്രപഞ്ചത്തെ മുഴുവൻ ദേവി കുടിച്ചു കഴിഞ്ഞാലോ ഭക്ഷിച്ചു കഴിഞ്ഞാലോ പിന്നെ പ്രപഞ്ചമില്ല, പിന്നെ ദേവി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നാശം എന്നുള്ളത് കൊണ്ട് ദേവി എന്ന് പറയുന്നത് മായാരൂപിണിയാണ്. ആ മായ പരമാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്നു. എന്നിട്ട് ഒരു നിശ്ചിത കാലത്തിന് ശേഷം എന്താണോ ഈശ്വരേച്ഛ, ആ ഈശ്വരേച്ഛയ്ക്ക് അനുസൃതമായി ഈ സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം തൻ്റെ ഉള്ളിലേക്ക് ദേവി പിൻവലിക്കുന്നു. അതിനെയാണ് ഭക്ഷിക്കുന്നു, കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. അകത്ത് നിന്ന് പുറത്തേക്ക് വന്നത് വീണ്ടും അകത്തേക്ക് തന്നെ പോകണം. ഉറവിടത്തിൽ മാലിന്യം സംസ്കരിക്കണമെന്നല്ലേ പറയുന്നത്? ഉറവിടത്തിൽ മാലിന്യം സംസ്കരിക്കണം. എവിടെയാണോ മാലിന്യം ഉണ്ടായത് അവിടെ തന്നെ അതിനെ സംസ്കരിക്കണം. അതിനെ റോട്ടിൽ എറിയരുത്, റോഡൊക്കെ വൃത്തിയാക്കരുത്, വൃത്തികേടാക്കരുത് എന്നല്ലേ പറയുന്നത്? അതുപോലെ മായയാണ് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണം. ആ മായ തന്നെയാണ് പ്രപഞ്ചത്തെ സംഹരിക്കുന്നതും. അത് ആ ഭാവത്തെ അതിനെ ഒരു ദേവീഭാവത്തിൽ സങ്കല്പിക്കുമ്പോൾ ചാമുണ്ടി അല്ലെങ്കിൽ കാളി, ഭദ്രകാളി എന്നൊക്കെ പറയുന്നു, അത്രയേ ഉള്ളൂ. അത് ഈ ബ്രഹ്മശക്തിയാണ്, ചിത് ശക്തിയാണ്. യാ ദേവി ഭുക്തവിശ്വ പിബതി ജഗതിദം സാദ്രി ഭൂപീഠഭൂതം, അദ്രികൾ പർവ്വതങ്ങളും ഭൂപീഠവും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തെ ദേവി ഭക്ഷിക്കുന്നു അല്ലെങ്കിൽ കുടിക്കുന്നു. കുടിച്ചിട്ട് ദേവി ആനന്ദ നൃത്തം ചെയ്യുന്നു. ശിവൻ എങ്ങനെയാണോ സംഹാരതാണ്ഡവം നടത്തുന്നത്, അതുപോലെ കാളിയും പ്രപഞ്ചത്തിനെ എല്ലാം തൻ്റെ ഉള്ളിലേക്ക് സംഹരിച്ചിട്ട്
ആനന്ദ നൃത്തം ചെയ്യുന്നു. ഈ നൃത്തം എന്നുള്ളത് എപ്പോഴും മനസ്സിന് സന്തോഷം ഉണ്ടാകുമ്പോഴാണ് ഈ പാട്ടും നൃത്തവും ഒക്കെ വരുന്നത്. ദുഃഖത്തിലെ മനുഷ്യർ പാടുന്നത് ശോകഗാനങ്ങളായിരിക്കും. സാധാരണ മനുഷ്യർ പാടുന്നത് മനസ്സിന് സന്തോഷം വരുമ്പോഴാണ്. അതുപോലെ നൃത്തം ചെയ്യുന്നത് മനസ്സിന് സന്തോഷം വരുവാണ്. ഈ കുടിയന്മാർ റോട്ടിൽ കിടന്ന് ആടുന്നത് കണ്ടിട്ടില്ലേ? നൃത്തം അവന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഇത് അടിച്ചു കഴിയുമ്പോൾ. അപ്പോൾ ദേവിക്ക് ആനന്ദാതിരേകം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് കാളി നൃത്തം ചെയ്യുന്നത്. അപ്പോൾ സംഹാരത്തിൽ നൃത്തം ചെയ്യുന്നത് കൊണ്ട് ദേവി നിർദ്ദയയാണ് എന്ന് വിചാരിക്കരുത്, കാരുണ്യമില്ലാത്തവളാണ് എന്ന് വിചാരിക്കരുത്. കാരുണ്യ അതിരേകമാണ് പ്രപഞ്ചത്തെ ദേവി തൻ്റെ ഉള്ളിലേക്ക് വലിക്കാൻ കാരണം, ഉൾവലിക്കാൻ കാരണം ഈ പ്രപഞ്ച ജീവിതം ജീവന്മാർക്ക് എന്നും ദുഃഖവും ദുരിതവും മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ. ഇവരെയൊക്കെ ഇതിൽ നിന്ന് രക്ഷിച്ച് മോക്ഷത്തിലേക്ക് നയിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ് ദേവിയെ പറയുന്നത്. ആ ദേവി നൃത്തം ചെയ്യുകയും ചെയ്യും. സാദേവി നിഷ്കളങ്ക, ആ ദേവി യാതൊരു കളങ്കവും ഇല്ലാത്തവളാണ്. പാപത്തിൻ്റെ കറ പുരളാത്ത ശക്തിയാണ് ഈ ദേവി. കലിത തനുലത, ആ ദേവി തന്നെ ചാമുണ്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആ ദേവി രക്ഷിക്കപ്പെടേണ്ടവരായിരിക്കുന്ന നമ്മെ രക്ഷിക്കട്ടെ. കാരണം നമുക്ക് വേറെ ആശ്രയമില്ല, അഭയസ്ഥാനമില്ല. ആ ദേവിയല്ലാതെ നമ്മെ രക്ഷിക്കാൻ മറ്റാരുമില്ല. അതുകൊണ്ട് ആ ദേവിയെ തന്നെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ആ ദേവി നമ്മളെയൊക്കെ രക്ഷിക്കുമാറാകട്ടെ. ഇപ്പോൾ ഭൂമിയിലേക്ക് പതിച്ച ഈ മഹാശവത്തെ ദേവന്മാർ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. ഇത് ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ശവമല്ല. ഭൂമിയുടെ അതിരുകളൊക്കെ ലംഘിച്ച് പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ച് നിൽക്കുന്ന ഒരു വലിയ ശവമാണ് മുകളിൽ നിന്ന് പൊത്തോന്ന് താഴെ വീണത്. അപ്പോൾ ദേവന്മാർക്കും ഈ സംഭവത്തിൽ വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ സുരക്ഷയെ മാനിച്ച് അവരെ സംരക്ഷിക്കാനായി ദേവിയെ സ്തുതിച്ചു. അങ്ങനെയാണ് ആ 133-ാമത്തെ സർഗം പരിസമാപിക്കുന്നത്. യാദേവി മഹാകൽപാന്തേ സംഹൃതസ്യ പത്മയോനെ കപിലമുരിജടാമണ്ഡലം ഖട്വാംഗശൃംഗേ ബദ്ധ്വാ തഥാ ദൈത്യാനാമുത്തമാംഗൈ ശിരോഭിഃ ഉരസി സ്രജം കൃത്വാ സംഹൃതസ്യ താർക്ഷ്യസ്യ ഗരുഡസ്യ പക്ഷൈഃ ശിരശേഖരം അവതംസം ച കൃത്വാ. ശിരോലങ്കാരമാക്കി മാറ്റിയിരിക്കുന്നു ഗരുഡൻ്റെ തൂവലുകളെ ഈ ദേവി. ഭുക്തം വിശ്വം പ്രാണിജാതം യയ, സകല ജീവികളോടുമൊപ്പം ഈ വിശ്വത്തെ, പ്രപഞ്ചത്തെ ദേവി ഭക്ഷണമാക്കിയിരിക്കുന്നു. അങ്ങനെ പ്രപഞ്ചത്തെ ഭക്ഷിക്കുന്ന സ്വഭാവത്തോടു കൂടിയ ദേവിയെയാണ് ദേവന്മാർ ഇപ്പോൾ പ്രാർത്ഥിച്ചത്. സാദ്രി ഭൂമിയുടെ ഭൂതമിതം ജഗത് പിബതി. അനേകം ജീവജാലങ്ങളും പർവ്വതങ്ങളും സമുദ്രങ്ങളും ഒക്കെ ഉള്ള ഈ ഭൂമിയെ ഒന്നാകെ ദേവി കുടിക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്യുന്നു. ഏവം സർവജഗത് സംഹാരേവി, ഇങ്ങനെ സകല ജഗത്തുക്കളും സംഹരിക്കപ്പെടുമ്പോഴും ദോഷലേശേനാപ്യലിപ്തത്വാത് നിഷ്കളങ്ക, ആ ദേവിക്ക് അല്പം പോലും ദോഷം സംഭവിക്കുന്നില്ല. ഇത്രയും ജീവികളെ ഒരുമിച്ച് ദേവി തൻ്റെ ഉള്ളിലാക്കുമ്പോൾ ആ ദേവിക്ക് എന്തെങ്കിലും പാപം വന്നു ചേരുന്നുവോ? എത്ര ജീവികളാണ് ദേവിയുടെ ഉള്ളിലേക്ക് പോകുന്നത്? ഒരു ജീവിയെയും ദേവി ഹനിക്കുന്നില്ല. തൻ്റെ ഉള്ളിലാക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയതുപോലെ അവരെ മോക്ഷസ്ഥിതിയിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അല്ലാതെ ജീവികളെ കൊല്ലുന്നു, എല്ലാറ്റിനെയും വിഴുങ്ങുന്നു. പാമ്പ് ആടിനെയും മാനിനെയും മറ്റുമൊക്കെ, മലമ്പാമ്പ് ആടിനെയും മാനിനെയും ഒക്കെ വിഴുങ്ങുന്നത് പോലെ അങ്ങനെയല്ല. ഈ ജീവന്മാരെ തന്നോട് ചേർത്ത് വെച്ച് തൻ്റെ സ്വരൂപമായിരിക്കുന്ന മോക്ഷത്തോട് ചേർത്ത് പിടിക്കുകയാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് ദോഷലേശം ഇല്ല, അല്പം പോലും ദോഷമില്ല. അപ്യലിപ്തത്വാത്, ഒരു തരത്തിലുള്ള കറയും ദേവിയിൽ പുരളുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ദേവി നിഷ്കളങ്കയാണ്, യാതൊരു കളങ്കവുമില്ലാത്തവളാണ്. ശുദ്ധ ചിന്മാത്ര സ്വഭാവാപി, ശുദ്ധ ചിത്തിൻ്റെ ശക്തിയാണ് മായ. എവിടെയൊക്കെ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ദേവീ സങ്കല്പം കാണപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ചിത് ശക്തി എന്ന് വേണം മനസ്സിലാക്കാൻ.
അഖണ്ഡമായ ബോധത്തിൻ്റെ മായാശക്തി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ശക്തി എന്നുള്ള വാക്ക് സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ട് ദേവിമാരായി ആ ശക്തിയെ ചിത്രീകരിച്ചു. ദേവൻ ഈ ചിത്ത് തന്നെയാണ്. ത്രിമൂർത്തികളും ഈ ചിത്തിൻ്റെ തന്നെ പ്രകടനങ്ങളാണ്. അപ്പോൾ ചിന്മാത്ര സ്വഭാവാപി ഈ ചാമുണ്ടി അല്ലെങ്കിൽ കാളി ചിത് സ്വരൂപിണി തന്നെയാണ്. സ്വഭാവാപി ചിത്ത് പ്രപഞ്ചകാര്യത്തിലൊന്നും ഇടപെടാറില്ല. അത് സാക്ഷി മാത്രമാണ്. പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനമായി വർത്തിക്കുന്നതാണ് ചിത്ത്. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ജീവികളുടെ ദുഃഖം തീർക്കാൻ ഈ ദേവി കൂടിയേ തീരും. ചിത്ത് സാക്ഷിയാണ്. ആ ചിത്തിൻ്റെ ശക്തി, ആ ശക്തി ജീവന്മാരുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം കാണാൻ കഴിവുള്ളവളാണ്. അതുകൊണ്ട് ആ ചിന്മാത്ര സ്വഭാവയാണെങ്കിലും സാക്ഷി മാത്രമായ ചിത്താണ് ദേവിയായി പ്രകടമായിരിക്കുന്നത് എങ്കിലും അത് നമ്മുടെ അനുഗ്രഹത്തിനായി കൊണ്ട് ഭവിക്കുന്നു. ചിത്തിന് അനുഗ്രഹിക്കാനോ സൃഷ്ടിക്കാനോ രക്ഷിക്കാനോ സംഹരിക്കാനോ ഒന്നുമുള്ള ശക്തിയില്ല. അത് കേവലം സാക്ഷിയാണ്, നിർഗുണമാണ്. പക്ഷേ മായാശക്തി അങ്ങനെയല്ല. ദേവിയായി അത് പ്രകടമായിരിക്കുന്നത് അസ്മദ് അനുഗ്രഹായ, നമ്മയൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. കലിത തനുലത, ഒരു ശരീരത്തോടുകൂടി, കാളയുടെ ശരീരത്തോടുകൂടി ഈ ചിത് ശക്തി തന്നെയാണ് പ്രകടമാകുന്നത്. സ്വീകൃത ശരീരാസതി, അങ്ങനെ ഒരു ശരീരത്തോടുകൂടി പ്രകടമാകാൻ കഴിവുള്ള ആ ദേവി അവശ്യപാലനീയാൻ നഹ അസ്മാൻ പാതു രക്ഷതു. നമുക്ക് വേറെ ഗതിയില്ല. നമ്മ ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കാൻ മറ്റാർക്കും കഴിയുകയില്ല. അങ്ങനെ എല്ലാ പ്രകാരത്തിലും രക്ഷിക്കപ്പെടേണ്ടവരായിരിക്കുന്ന നമ്മളെ ആ ദേവി തന്നെ രക്ഷിക്കുമാറാകട്ടെ എന്ന് ദേവന്മാർ പ്രാർത്ഥിച്ചു. അടുത്തത് 134-ാമത്തെ സർഗമാണ്. അതിൻ്റെ പേര് ശവോപാഖ്യാനെ ദേവപരിദേവന വർണ്ണനം. ദേവന്മാർ ദേവിയോട് കരഞ്ഞപേക്ഷിക്കുകയാണ്. അവരുടെ ദുഃഖത്തൊക്കെ ഓരോന്നായിട്ട് എണ്ണി ദേവിയോട് പറഞ്ഞ് ഞങ്ങളെ കാത്തുകൊള്ളണേ ദേവി എന്ന് ദേവന്മാരുടെ കരച്ചിൽ, പരിദേവനം, അവരുടെ പരാതി. അതാണ് അടുത്ത സർഗത്തിലെ പ്രതിപാദ്യം. വിവശ്ചിതുവാച, വിവശ്ചിത്ത് പറഞ്ഞു. ഇതെല്ലാം വിവശ്ചിത്ത് പറയുന്നതാണ്. അദ്ദേഹം കണ്ട കാഴ്ചയാണ് ദശരഥ സഭയിലുള്ള ആളുകളോട് അദ്ദേഹം വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതസ്മിന്നന്തരേ വ്യോംന സപതൻ പുരുഷോ മയാ സ്ഥഗിതാഖില ഭൂപീഠ ശവരൂപോ വിലോകിതഃ. ഇതിനിടയ്ക്ക് ആകാശത്തിൽ നിന്ന് താഴെ വീണ ആ ശവം ഒരു മനുഷ്യാകൃതിയിലുള്ള, ഒരു മനുഷ്യൻ്റെ ആകൃതിയിലുള്ള ഒന്നാണെന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കി. സ്ഥഗിത അഖില ഭൂപീഠ, ഭൂമി മുഴുവൻ വ്യാപിച്ചായിരുന്നു ആ ശവം നിലകൊണ്ടത്. ശവരൂപോ വിലോകിത, ആ ശവരൂപത്തെ ഞാൻ വ്യക്തമായി കണ്ടു. കാരണം ഇപ്പോൾ ആകാശത്തിൽ നിന്നാണ് നോക്കുന്നത്. മറ്റേത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന് എത്ര വ്യാപ്തിയുണ്ട്, എത്ര ദൂരം വ്യാപിച്ചിരിക്കുന്നു, ഇത് എന്താണ് എന്ന് തന്നെ അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു വിഭജിത്ത്. ഇതിപ്പോൾ അഗ്നിദേവനോടുകൂടി മുകളിൽ, ഭൂമിയുടെ അന്തരീക്ഷത്തിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ വ്യാപ്തി, ഈ ശവം എത്ര കണ്ട് വലുതാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം വിഭജിത്തിന് ലഭിക്കുകയാണ്. സയാവതുതരാഭിഖ്യോ ദേഹഭാഗോസ്യേന ഭൂഃ സപ്തദ്വീപാവിഹിതാ മാതുശൈലോപമോ മഹാൻ. സയാവതുദരാഭിഖ്യോ ദേഹഭാഗോസ്യേന ഭൂഃ, ഈ ശവത്തിൻ്റെ വയറ് ഭൂമി മുഴുവൻ വ്യാപിച്ചിരുന്നു. അപ്പോൾ തലഭാഗവും കാൽഭാഗവും, അരയുടെ താഴെയുള്ള ഭാഗം, കാല്, ഇടുപ്പ് തൊട്ട് താഴേക്കുള്ള ഭാഗവും അതുപോലെ ശിരസ് ഭൂമിയെ കവിഞ്ഞു നിൽക്കുകയായിരുന്നു. വയറ് മാത്രം ഭൂപീഠത്തിൽ, അതായത് ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു വയറ് എന്നർത്ഥം. അപ്പോൾ മറ്റോരോ അവയവങ്ങളും എവിടെയായിരിക്കും സ്ഥിതി ചെയ്യുക? അനന്തമായ ആകാശത്തിൽ, പ്രപഞ്ചത്തിൽ കയ്യും കാലുമൊക്കെ
ഭൂമിയുടെ അതിർത്തിയെയും ലംഘിച്ച് അപ്പുറത്ത് വ്യാപിച്ച് കിടക്കുന്നവയായിരുന്നു. സയാവതുദരാഭിജ്ഞോ ദേഹഭാഗോസ്യേന ഭൂഹു സപ്തദ്വീപാഭി പിഹിത അമാതു ശൈലോപമോ മഹാൻ. ആ ശവശരീരത്തിൻ്റെ വയറ് മാത്രമേ ഭൂമിക്കകത്ത് നിന്നുള്ളൂ, മറ്റ് ഭാഗങ്ങൾ ഭൂമിക്ക് പുറത്താണ്. 7 ദ്വീപുകൾ, 7 മഹാദ്വീപുകൾ, ഭൂഖണ്ഡങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭൂമി. അത് ഈ ശവത്തിൻ്റെ വയറിൻ്റെ ഭാഗം അപ്പം ആ വയറ് കൊണ്ട് ഭൂമി നിറഞ്ഞു എന്നർത്ഥം. ഭൂമി മുഴുവൻ ആ വയറ് വ്യാപിച്ചു. അമാതു ശൈലോപമോ മഹാൻ, അളക്കാൻ പറ്റാത്തത്ര വലിയ ശരീരമായിരുന്നു ആ ശവത്തിൻ്റേത്. ശൈലോപമം, ഒരു മഹാപർവ്വതം പോലെ, പർവ്വതം പോലെയല്ല, പർവ്വതങ്ങളെക്കാളും വലുതായ ഒരു ശരീരമായിരുന്നു മുകളിൽ നിന്ന് താഴെ വീണത്. വൻഹിനോക്തമനന്തം തദ്ഭുജോരു ശിരശ്ചമേ ലോകാലോകാത് പരംപാരം പ്രാപ്തം ഹ്യവിഷയേ നൃണാം. വൻഹിന ഉക്തം, ഇത് എവിടെ നിന്നാണ് വന്നത്, ഇതിന് എത്ര വ്യാപ്തിയുണ്ട് എന്നൊക്കെ എന്നെക്കാളും അഗ്നിദേവന് മാത്രമേ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. ആ വൻഹിദേവൻ എന്നോട് പറഞ്ഞു, അനന്തം തത്, ഈ ശവമെന്ന് പറയുന്നത് പരിമിതികളോട് കൂടിയതല്ല, ഇത് എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളത് എനിക്ക് പോലും കാണാൻ കഴിയുന്നില്ല, അത്ര വലിയ ഒരു ശവമാണ്. തത്തത് ഭുജോരു ശിരശ്ചമേ, അതിൻ്റെ കൈകൾ, വലിയ തല, ഇതൊക്കെ ഓരോ ഭാഗത്തിൽ, അതായത് ഈ ശവത്തെ മുഴുവനായിട്ട് കാണണമെങ്കിൽ ആകാശത്തിലൂടെ, ശൂന്യാകാശത്തിലൂടെ കുറേ ദൂരം സഞ്ചരിക്കണം. ഇത്ര ഉയർന്നു നോക്കിയിട്ട് പോലും ഈ ശവത്തെ പൂർണ്ണമായി കാണാൻ പറ്റിയില്ല എന്നാണ്, അത്ര കണ്ട് വലുതായിരുന്നു. ലോകാലോകാത് പാരം പ്രാപ്തം ഹ്യവിഷയേ നൃണാം. ലോകാലോക പർവ്വതം എന്നൊരു പർവ്വതത്തെക്കുറിച്ച് ഇതിനു മുമ്പ് വർണ്ണിച്ചു. ആ ലോകാലോക പർവ്വതത്തെയും താണ്ടിയാണ് ഈ ശവം വ്യാപിച്ചിരുന്നത്. ഹ്യവിഷയേ നൃണാം, മനുഷ്യർക്ക് ഇതിൻ്റെ വ്യാപ്തി എത്രയുണ്ടെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ശൂന്യാകാശത്തിൽ മുകളിലേക്ക് ഉയർന്ന് ആ ഔന്നത്യത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പോലും ഇതിൻ്റെ അന്തവും ഇതിൻ്റെ അവസാനം, ഇതിൻ്റെ വ്യാപ്തി കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഭൂമിയിൽ കഴിയുന്ന മനുഷ്യർ ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുക? അത്ര കണ്ട് വലുതായിരുന്നു. ഏതസ്മിന്നന്തരെ ദേവാരബ്ധ ദേവീ സ്തുതികാലേ സ പ്രാഗ്വർണിതഃ പതൻ പുരുഷോ മയാ സ്ഥഗിതമാച്ഛാദിതമഖിലം ഭൂപീഠം യേന തഥാവിധ ശവരൂപോ നിർജീവോ വിലോകിതഃ പരിജ്ഞാതഃ. ദേവന്മാർ ദേവിയെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മഹാശവം ഭൂമിയിലങ്ങനെ പതിച്ച് നിശ്ചലമായി കിടക്കുകയാണ്. വന്ന് വീണപ്പോൾ വലിയ കോളിളക്കമൊക്കെ ഉണ്ടായി, ഇപ്പോൾ അത് ഭൂമിയിൽ ഇങ്ങനെ ശയിക്കുകയാണ്. ഭൂപീഠം തന്നെ ഈ ശവം കൊണ്ട് മറയ്ക്കപ്പെട്ടു. നിർജീവമാണ്, ശവമാണ്, ജീവനില്ല, ആ ശരീരത്തിൽ ജീവനില്ല, ഒരു ശവമാണത്, നിർജീവമായ ശരീരം. അതിനെ ഞാൻ കണ്ടു. ഏന ശവഭാഗേന സപ്തദ്വീപാഭി ഭൂഃ പിഹിത. ഈ ശവം കൊണ്ട് ഭൂമി മുഴുവൻ മൂടി, പക്ഷേ ആവരണം ചെയ്യപ്പെട്ടു. സ്വസ്യ സമ്പൂർണ്ണ ഭൂമു യാവത് സാകല്യേന അമാതുഹു. മൊത്തം ഭൂമിയിൽ പോലും, ഭൂമി കൊണ്ട് പോലും ഈ ശവത്തിനെ ആ ഭൂമിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നാണ്. ഭൂമിക്ക് പുറത്ത് വ്യാപിച്ചിരുന്നു. സമ്പൂർണ്ണ ഭൂമ യാവത് സാകല്യേന അമാതുഹു അപ്രാപ്നുവതഃ. ഇതിനെ ആർക്കും അളക്കാൻ കഴിയില്ല, ഈ ശവത്തിൻ്റെ വലിപ്പം. ശവസ്യ ശൈലോപമോ മഹാൻ ഉദരാഭിജ്ഞഃ കുക്ഷിസംജ്ഞകഃ ഭാഗഃ സയേവ മയാ ദൃഷ്ടഃ. ഇത്രയും ഉയർന്നു നോക്കിയിട്ടും ഈ മഹാശവത്തിൻ്റെ വയറിൻ്റെ പോർഷൻ മാത്രം, വയറ് മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് വിഭജിത്ത് പറയുന്നത്. മൊത്തമായിട്ട് ആ ശവത്തെ മുകളിൽ നിന്ന് നോക്കിയിട്ട് പോലും കാണാൻ കഴിഞ്ഞില്ല, അത്ര വലുതായിരുന്നു ആ ശവത്തിൻ്റെ ആകൃതി.
തർഹി തദ് ഭുജോരുശിരസ്ത്വയാ ദൂരസ്ഥം കഥം ജ്ഞാതം തത്ര. അങ്ങനെയാണെങ്കിൽ ഇത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു ശവമാണ്. നീ മുഴുവനായിട്ട് കണ്ടില്ലല്ലോ, നീ അതിൻ്റെ ഉദരഭാഗത്തെ മാത്രമല്ലേ കണ്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നീ മനസ്സിലാക്കിയത് എന്നാണെങ്കിൽ അതിന് മറുപടി പറയുകയാണ്. തർഹി ക്വ പതിതം തത്രാഹ. അത് അഗ്നിദേവൻ പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. അഗ്നിദേവന് പോലും ഈ ശവത്തിൻ്റെ വലിപ്പത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സാ സ്വയം തത്തർഹി ക്വപതിതം. ഇതെവിടെ വീണു എന്ന് ചോദിച്ചാൽ ഇത് ഭൂമിയിലേക്കാണ് വീണത്. പക്ഷേ ഇതിൻ്റെ അവയവങ്ങൾ ലോകാലോക പർവ്വതത്തെയും താണ്ടിക്കടന്ന് സ്ഥിതി ചെയ്തിരുന്നു. വ്യോമവാസി ജയേ ദേവി മധസ്തുവതി സാദരം വ്യോംനഃ പ്രകടതാമാകാശുഷ്കാനുഭവതി സ്വയം. വ്യോമവാസിചയേ ദേവി മധസ്തുവതി സാദരം. ഈ ദേവിയെ വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി വ്യോമവാസികളായ ദേവന്മാർ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ മറ്റൊരു ആശ്ചര്യം സംഭവിച്ചു. എന്താണ്? വ്യോംനഃ പ്രകടതാമാകാത്. ആകാശത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ട ദേവി മെലിഞ്ഞ് 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 കൃശഗാത്രയായി തീർന്നു. ഒരു പൂർണ്ണ ശരീരത്തോടു കൂടിയാണ് ദേവി പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ ശരീരം മെലിയാൻ തുടങ്ങി. മെലിഞ്ഞിട്ട് അവസാനം 10 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാളെ പോലെ, 10 ദിവസമൊന്നും ഭക്ഷണം കഴിക്കാതിരുന്നാലും ശരീരമൊന്നും അത്ര പെട്ടെന്ന് മെലിയില്ല. ശരീരം മെലിയണമെങ്കിൽ കുറേ ദിവസമാകും. അപ്പോൾ ആ ദേവിയുടെ ശരീരം ശുഷ്കമാകാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങാൻ തുടങ്ങി, ശോഷിക്കാൻ തുടങ്ങി. സാ സ്വയം ശുഷ്ക നീരക്തൈവ ഭവതി. രക്തമൊക്കെ വറ്റി വരണ്ട ഏതാണ്ട് എല്ലും തോലുമായി തീർന്നു ആ ദേവി. എന്തിനാണിങ്ങനെ ദേവി ഇങ്ങനെയൊക്കെ രൂപത്തെ പ്രദർശിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരുപാട് ചോര കുടിക്കാനുണ്ട് ദേവിക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം തന്നെ ശരീരം നല്ല പോലെ മെലിഞ്ഞിട്ട് ചിലർ ഈ സദ്യയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു 3 ദിവസം ഉപവാസം ഇരിക്കും, വയറൊക്കെ ഇളക്കും, എന്നിട്ടേ സദ്യയ്ക്ക് പോകത്തുള്ളൂ. ഇല്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഒന്ന് സെറ്റായി വരാനേ നല്ല പോലെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല വിശപ്പ് വേണം. അപ്പോൾ നല്ല വിശപ്പ് വരണമെന്നുണ്ടെങ്കിൽ വിരേചനം, വയറിളകണം. വയറിളക്കി ഇത് പറയുമ്പോൾ വേറൊരു തമാശ പറയും, ഓരോന്നും തമാശ പറയും. അല്പം വൾഗറായിട്ടുള്ള തമാശയാണ്, സാരമില്ല. ഒരു ക്ഷേത്ര പരിസരത്ത് അനൗൺസ് ചെയ്തതാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്ത് വയറിളകി കിടക്കുന്നതിനാൽ ആളുകൾ അതിൽ ചവിട്ടാതെ സൂക്ഷിച്ചു പോകണം. വയറിളകി കിടക്കുന്നതിനാൽ, ഇലക്ട്രിക് വയർ ഇളകി കിടക്കുകയാണ്. അതുകൊണ്ട് അതിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ഷോക്കടിക്കും. അതുകൊണ്ട് വയറിളകി കിടക്കുന്നതിനാൽ അതിൽ ചവിട്ടാതെ ആളുകൾ ശ്രദ്ധിച്ചു പോകണം. അമ്പലത്തിൽ ചെയ്യുന്ന അനൗൺസ്മെൻ്റ് എന്നാണ്. വേറൊരു അനൗൺസ്മെൻറ്റ്, ഇതൊക്കെ ഈ മിമിക്രിക്കാരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ വിടത്തില്ലല്ലോ. നടക്കല്ലേ ഇരിക്കല്ലേ. ചേടാ, ഒന്നുകിലും നടക്കാൻ പറ്റും അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റും. നടക്കല്ലേ ഇരിക്കല്ലേ എന്ന് പറഞ്ഞാൽ നടക്കല്ലുണ്ടല്ലോ, ആ നടക്കല്ലിൽ ദയവായി ഇരിക്കരുത്, തടസ്സം ഉണ്ടാക്കരുത്, അതിൻ്റെ പുറത്ത് ഇരിക്കാൻ പാടില്ല. ബലിക്കല്ലെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതിൻ്റെ പുറത്ത് അതിനെ താണ്ടി കിടക്കാനോ അതിൻ്റെ പുറത്ത് ഇരിക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ നടക്കല്ലേ ഇരിക്കല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? നടക്കല്ലേ ഇരിക്കല്ലേ. അത് വേഗത്തിൽ പറയുമ്പോൾ നടക്കല്ലേ ഇരിക്കല്ലേ എന്നാകും. ഇതുപോലെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അനൗൺസ് ചെയ്തതാണ് ഒരാൾ. ഇത് പറഞ്ഞിട്ടുണ്ട്, കൊടറിപ്പയറേ. വൻപയർ, ചെറുപയർ, ഇങ്ങനെ പല പയറും കേട്ടിട്ടുണ്ട്. ഇതെന്താണ് കൊടറിപ്പയർന്ന്? കൊട റിപ്പയറാണെന്ന്. കൊട റിപ്പയർ ചെയ്യുന്ന നന്നാക്കുന്ന ആളാണ് കൊടറിപ്പയറേന്ന്. എന്നിട്ട് വേറൊരാൾ
അയാൾ വിൽക്കാൻ കൊണ്ടുവരുന്ന സാധനത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. പായേ ചവിട്ടി മെത്തേ കിടക്ക, പായേ ചവിട്ടി മെത്തേ കിടക്ക, പായേ ചവിട്ടി മെത്തേ കിടക്ക. ഇതൊക്കെ വിൽക്കുന്നയാളാണ്. ഇത് അയാൾ പറയുന്നത് പായേ ചവിട്ടി മെത്തേ കിടക്ക. എന്തോ എപ്പോൾ നേരം കിട്ടുന്ന തുടങ്ങി? ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതാണ്. അതൊക്കെ ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്, മെമ്മറിയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ചുമ്മാ ഒരു ചെറിയ കുറച്ച് ഒരു ഈ ഗഹനമായ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരല്പം ഒരു വിനോദത്തിൻ്റെ നിമിഷങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചിലതൊന്നും മറന്നു പോകത്തില്ല. കാരണം ഒരു കാലത്ത് ഈ മിമിക്രി കാസറ്റുകൾ കേൾക്കുന്ന ഒരു ഭ്രാന്തനായി, എനിക്കൊരു ഭ്രാന്തായിരുന്നു. ഈ വി ഡി രാജപ്പൻ, അതുപോലെ ഈ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം, കൊച്ചിയിൽ നിന്ന് മറ്റേ ഈ നാദിർ ഷാ, നവാസ് ഇവരൊക്കെ ഇറക്കുന്ന അവരുടെ ഈ കാസറ്റൊക്കെ ഞാൻ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കത്തില്ല, അത് പറഞ്ഞേക്കാം. ഈ ചവർ സാധനം എന്തിന് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത്? ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ കേൾക്കുമായിരുന്നു. അതാ ഓരോ സമയത്തുള്ള ഓരോ ക്രേസ്, അത്രയേ ഉള്ളൂ. അതൊക്കെ പോയി അത് തന്നെ. കൊച്ചിൻ മിമിക്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ട്രൂപ്പ്, അവരുടെ ആ ഇത് തന്നെ, ജഗയുന്ന സുന്ദരി, അത് വി ഡി രാജപ്പൻ്റെയാണ്. അപ്പോൾ പണ്ട് കേട്ട ഒരു കാര്യം പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ ഈ ദേവി ശോഷിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ രക്തം, അതായത് വിളറി വെളുക്കാൻ തുടങ്ങിയെന്നർത്ഥം. മുഖത്തൊന്നും ശരീരത്തിൽ രക്തമില്ല. അങ്ങനെ ശരീരം ദുർബലമായി വന്നു. പ്രേതവൃന്ദൈരനുഗത മാതൃമണ്ഡലലാളിത കുംഭാണ്ഡയക്ഷ വേതാള ജാല താരകിതാംബര. കൂട്ടുകാരൊക്കെയാണ്? പ്രേതങ്ങൾ ദേവി അനുഗമിക്കുന്നത്. പ്രേതങ്ങളും ഭൂതങ്ങളും. പ്രേതവൃന്ദൈരനുഗത, പ്രേതങ്ങളുടെ കൂട്ടങ്ങൾ ദേവിയെ അനുഗമിച്ചു. മാതൃമണ്ഡല ലാളിത, സപ്തമാതൃകകൾ എന്നൊരു സങ്കല്പമുണ്ട്. അത് ദേവിയുടെ തന്നെ 7 രൂപങ്ങളാണ്. ആ സപ്തമാതൃകകളാൽ ചുറ്റപ്പെട്ട് കുംഭാണ്ഡ യക്ഷ വേതാള ജാല താരകിതാംബര, ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെ കുംഭാണ്ഡന്മാർ, യക്ഷന്മാർ, വേതാളങ്ങൾ, ഇങ്ങനെയുള്ള ദേവിയുടെ പരിവാരങ്ങളെല്ലാം ആകാശം മുഴുവൻ നിറഞ്ഞു. ഇപ്പോൾ ആകാശം നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രങ്ങളാണ്, അസംഖ്യം നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നത് പോലെ ഈ ദേവിയുടെ പരിവാരം ഒക്കെ ദേവിയുടെ ഒപ്പം വരികയാണ്. ദേവിയുടെ അനുചരന്മാർ, ഇതെല്ലാം കൊണ്ട് ആകാശം നിറഞ്ഞു. വർണ്ണന കുറച്ചുകൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം, സമയമായി. അത് കഴിഞ്ഞിട്ട് ഈ ദേവി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, അതും വളരെ ആശ്ചര്യവും രസകരവുമാണ്. ആ ഭാഗം നമുക്ക് അടുത്ത ശനിയാഴ്ച വായിക്കാം.